ചാനൽ. അപ്പോൾ കുറച്ച് കുട്ടികൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി അവിടുത്തെ ബ്രില്യൻ ലൈഫ് എങ്ങനെയായിരുന്നു, എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്കുള്ളൊരു വീഡിയോ ആണിത്. എൻ്റെ ബ്രില്യൻ ലൈഫ്, അതായത് അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയായിരുന്നു, ടീച്ചിങ് എങ്ങനെയായിരുന്നു, ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു, മറ്റു കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ കാണുക. ആദ്യം തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അന്ന് ഞാൻ പഠിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിൽ 2020 ബാച്ചിൽ ഒരു റിപ്പീറ്റഡായിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അന്നത്തെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ നമ്മുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 സബ്ജക്റ്റുകൾ ചേർന്ന് കൂട്ടുമ്പോൾ നമുക്ക് 94% മണ്ടയിൽ ഉണ്ടെങ്കിലായിരുന്നു അവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് 97% ആയിരുന്നു അങ്ങനെ എനിക്ക് ബ്രില്യൻറ്റിൽ അഡ്മിഷൻ കിട്ടിയത്. രണ്ടാമത്തെ കാര്യം ക്ലാസ്സസ്. അവിടുത്തെ ക്ലാസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറയുന്ന ബ്രില്യൻറ്റിലെ ക്ലാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുന്നത് ഓരോരോ ഫാക്കൽറ്റീസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഫാക്കൽറ്റീസ് തന്നെ ഇപ്പോൾ ബോട്ടണി ഫുള്ള് പഠിപ്പിക്കുക അല്ലെങ്കിൽ സുവോളജി മൊത്തം പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാറുണ്ട്. പക്ഷേ ഇത് ഓരോ ഫാക്കൽറ്റീസ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പിന്നീട് നമ്മൾ ആ സബ്ജക്റ്റ് എടുത്ത് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മനസ്സിൽ ആ ഫാക്കൽറ്റീസിൻ്റെ മുഖം വരും. ആ സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മാം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ആ ഒരു ചാപ്റ്ററിലെ ചില പോയിന്റ്സ് എങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാനിപ്പോൾ അവിടുത്തെ ബ്രില്യൻറ്റ് കഴിഞ്ഞിട്ട് ബ്രില്യൻ ലൈഫ് കഴിഞ്ഞിട്ട് ഒരു 4 വർഷമായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും നമുക്ക് ഓരോ സബ്ജക്റ്റ് ഇപ്പം ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് പഠിപ്പിക്കുമ്പോൾ ജിബിൻ സാറിൻ്റെ മുഖം ഓർമ്മ വരാറുണ്ട്. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് പഠിപ്പിക്കുമ്പോൾ നമുക്ക് വിനീത് സാറിൻ്റെ മുഖം ഓർമ്മ വരാറുണ്ട്. അതുപോലെ തന്നെ ശ്രീജിത്ത് സാറ്, അങ്ങനെ പല ആൾക്കാരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സബ്ജക്റ്റിൽ അവരുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റാണ്. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മുടെ ബേസിക് തൊട്ടല്ല, അതായത് റിപ്പീറ്റ് പഠിക്കുന്ന സമയത്ത് ബേസിക്സ് തൊട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പല ബേസും കാര്യങ്ങളൊക്കെ ആയിട്ട് +1 +2 പഠിച്ചു വരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മുടെ ജസ്റ്റ് മെമ്മറീസ് ഒന്ന് ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ അവിടുത്തെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പം ഓൾറെഡി നല്ല ബേസ് ഉള്ള കുട്ടികൾക്ക് അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതേ സമയത്ത് വലിയ ബേസ് ഇല്ലാതെ വരുന്ന കുട്ടികൾക്ക് അതൊന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് സാറുമാർ അവരുടേതായിട്ടുള്ള കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പഠിച്ചിട്ടുള്ളവർ, അതായത് ഇവിടുന്ന് പഠിച്ചിറങ്ങിപ്പോയ മറ്റ് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. അത് നമുക്കൊരു ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ പല ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം, അങ്ങനെ പല കാര്യങ്ങളും കൂടെ പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫാക്കൽറ്റീസ് നമുക്കറിയാം, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറേ ഫാക്കൽറ്റീസ് ആണ് നമുക്ക് അത് ബ്രില്യൻറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് KNG സാറ്, പിന്നെ അതുപോലെ തന്നെ രോഹിണി മാം, പിന്നെ അതുപോലെ തന്നെ മായറാണി മാം, വിനീത് സാറ്, ശ്രീജിത്ത് സാറ്, അങ്ങനെ കുറേ ഫാക്കൽറ്റീസ് കില്ലർ ബഹു സാർ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അപ്പം അനിൽ സാർ, അങ്ങനെ കുറേ പേരുണ്ട്. അത്രയും നല്ല ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറേ സാറുമാരും കാര്യങ്ങളായിരുന്നു. അതെന്ന് പറഞ്ഞാൽ അതിൽ നമ്മളെ ഇങ്ങനെ കുറച്ചുകൂടെ നല്ല ഫണ്ണായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി നോക്കുന്നു. അതുപോലെയാണ് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിന് ഒരു 80% ക്ലാസ് അവർ ഭയങ്കര രസമുണ്ടായിരിക്കും. അതായത് നമ്മളൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അങ്ങനെ തോന്നാറില്ല. ചില നല്ല ഫാക്കൽറ്റീസ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു റിപ്പീറ്റഡ് ബാച്ചിൽ മോസ്റ്റ്ലി നമ്മൾ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാർമാരെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് അങ്ങനെ പാർഷ്വാലിറ്റി കാണിക്കുന്ന പോലെ തോന്നിയിട്ടില്ല. പിന്നെ ചില കുട്ടികൾക്കായാലും ഉള്ളൊരു സംശയമാണ് ഓൺലൈൻ ചൂസ് ചെയ്യണോ ഓഫ്ലൈൻ വേണോ എന്നൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവർ എത്രമാത്രം മോട്ടിവേറ്റഡ് ആണ് എന്നതിനെ പറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ബിക്കോസ് എന്ന് വെച്ചാൽ ഓൺലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഉഴപ്പാനും അതൊക്കെ ഉള്ളൊരു ടെൻഡൻസി കൂടുതലാണ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ ചുറ്റും നമ്മൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പുറകെ നിന്നൊന്നും ഇങ്ങനെ നമ്മളെ പുഷ് ചെയ്യാൻ വേണ്ടി ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉഴപ്പാനുള്ള ചാൻസും കൺസിസ്റ്റൻസി നഷ്ടപ്പെടാനും മടി കൂടാനൊക്കെ ചാൻസ് കൂടുതലായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് നമുക്ക് പേടി ഉണ്ടാകും. പക്ഷെ അതെല്ലാം നമുക്ക് കുറേ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാകും. അതായത്
ഇപ്പോൾ നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ എന്താ പറയുക, അപ്പോൾ അങ്ങനെ സ്ലോ ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മളൊരു വീഡിയോ കാണുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്കൊരു പോർഷൻ മനസ്സിലായില്ല, ആ മനസ്സിലാകാത്ത പോർഷൻ നമുക്ക് പിന്നീട് ഇരുന്ന് കാണാൻ, അതായത് ബാക്ക് അടിച്ച് കണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് പോകാനുള്ള ചാൻസ് ആണ്. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഉറക്കോ കാര്യങ്ങളോ വന്ന് നമ്മൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് കുറച്ച് നേരം കിടന്നിട്ട് ഉറങ്ങിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വായിക്കാൻ നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിലോട്ട് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ആയിട്ടാണെങ്കിലും അപ്പോൾ നമ്മൾ സാറുണ്ട്, അപ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രാക്ഷൻ കൂടുതലായിരിക്കും. പിന്നെ അവരുടേതായിട്ടുള്ള കുറേ എക്സ്പീരിയൻസും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ ഇവർ പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആകും. അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരു ഡ്രൈ ഫീലിംഗ് നമുക്ക് ഉണ്ടാകത്തില്ല. അതേ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്ലോ ലേണർ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പോർഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുക, ആ പറഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ എന്താ പറയുക, സാർ ഇനിഷ്യലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും ഇരിക്കുന്നത്, പക്ഷേ ലാസ്റ്റ് പറഞ്ഞ കാര്യമൊന്നും എനിക്ക് ഓർമ്മയും കണ്ടില്ല. അപ്പോൾ എന്താ പറയുക, ആ ഒരു ടോപ്പിക്ക് ക്യാച്ച് ചെയ്യാൻ എനിക്ക് കുറച്ച് പാടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഉറക്കമായാലും ക്ലാസ്സിലായാലും നമുക്ക് ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സാറ് ക്ലാസ് നിർത്തി വയ്ക്കുകയൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ ആ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയിന്റ്സ് കാര്യം നഷ്ടപ്പെട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ്, ഇപ്പം നമ്മൾ ഓഫ്ലൈൻ ആണെങ്കിൽ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്, നമ്മുടെ ചുറ്റും നമ്മളെപ്പോലെ പഠിക്കുന്ന കുറേ കുട്ടികൾ ക്രൗഡ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു മോട്ടിവേഷൻ ആണ്. അത്രയും പേര് പഠിക്കുന്നുണ്ട്, പഠിക്കണം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് പഠിക്കുന്നില്ല, എന്താ പഠിക്കാതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പഠിക്കാനുള്ള ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അതേ സമയത്ത് എനിക്ക് നേരെ ഓപ്പോസിറ്റ്, എൻ്റെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഇത്ര ആൾക്കാരൊക്കെ എനിക്ക് പേടിയായോ ഞാൻ ഒന്നും അല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാത്രമായിട്ട് ഇരുന്ന് പഠിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാണ് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ മാറുന്നതോറും അതിൻ്റെ ഓരോ പ്രിഫറൻസും മാറിക്കൊണ്ടിരിക്കും. അതാണ് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തൊരു സംശയമായിരിക്കും, നമ്മളെ ഡൗട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് തരുമോ? അതെ, നമുക്ക് അതിന് വേണ്ടി നമുക്കൊരു ഇൻ്റർവൽ ടൈമും കാര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ആ സമയത്ത് അതായത് നമുക്ക് നോർമലായിട്ടുള്ള ലഞ്ച് അവറും അതുപോലെയൊക്കെ ഉള്ള ബ്രേക്കില്ല, ആ സമയത്തൊക്കെ നമുക്ക് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടിയില്ലാണ്ട് ഒരു മുഷിപ്പലും ഇല്ലാണ്ട് നല്ല ഹാപ്പി ആയിട്ട് തന്നെ അവർ പറഞ്ഞു തരുമായിരുന്നു. നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് പറഞ്ഞൊക്കെ തരുമായിരുന്നു. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്തോ നമുക്ക് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്പറും കാര്യങ്ങളും തരും. അപ്പം നമുക്കിപ്പോൾ ഒരു പക്ഷേ നമുക്ക് നേരിട്ട് ഇങ്ങനെ ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആ ഒരു വഴിയിലായാലും നമ്മുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അഫ്കോഴ്സ് അതിനുള്ള അവർക്ക് എന്തായാലും ഒരു എന്താ പറയുക, അതായത് അവരുടെ ജോബാണ്, എന്തായാലും അവരനുസരിച്ചുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ തന്നിട്ട് നമ്മുടെ എന്തൊക്കെയാണോ ഡൗട്ട് അതിനുള്ള എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അടുത്തതാണ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ട്, നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് കുറേ ബുക്സ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഫോട്ടോ ഇപ്പോഴും ഉണ്ട്. ഞാൻ അന്ന് ഞങ്ങൾക്കൊക്കെ എങ്ങനെ പഠിക്കുന്നു ഓർത്തിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൊരു ബുക്കാണ്, ഞാൻ ഫോട്ടോ കാണിക്കാം. അതിലെന്ന് പറഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും ഓരോ സബ്ജക്റ്റിനും. അത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. അതായത് നമ്മൾ ഫാക്കൽറ്റീസ് നമുക്ക് ബ്രീഫായിട്ടുള്ള ആ ഒരു ടോപ്പിക്സ് അത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഓരോ ഫാക്കൽറ്റീസും ഡിഫറെൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ചിലരെന്ന് പറയുമ്പോൾ സർട്ടൻ പോർഷൻസും ഒരു ദിവസം പഠിപ്പിക്കും, എന്നിട്ട് അതിൻ്റെ എൻഡിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റഡി മെറ്റീരിയൽസിന് പഠിപ്പിക്കുക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതല്ലാണ്ട് നമുക്കൊരു വർക്ക് ബുക്ക് ഉണ്ടായിരുന്നു. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി എന്താ പറയുക, നമ്മുടെ ഹോംവർക്ക് പോലെ നമുക്ക് തരുന്നതാണ്. എന്താ പറയുക, നമ്മളത് ഹോസ്റ്റലിൽ ചെന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ചെയ്യുകയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അതിൻ്റെ ആൻസർക്ക് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് സ്റ്റഡി പാക്കേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പ് ആയിട്ടൊരു എയിംസ് ലെവൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇച്ചിരി ബുക്കാണ്. സത്യം പറഞ്ഞാൽ ഞാനത് നോക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. ടു ബി ഓണസ്റ്റ് ഞാനത് നോക്കിയിട്ടേ ഇല്ല. പിന്നെ ബുക്സിൻ്റെ കാര്യം പറയുമ്പോൾ അതെനിക്ക് ബ്രില്യൻ്റിൽ പോകുന്ന കുട്ടികളോട് പ്രത്യേകം പറയാനുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചിലതൊക്കെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ അയ്യോ ഇതുപോലൊരു ക്വസ്റ്റ്യൻ എന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന് തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നിങ്ങളത് കണ്ടിട്ട് പേടിക്കേണ്ട, കാരണം ചില ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ടോപ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ വേണ്ടി പറ്റും. അതേസമയത്ത് ഒരു ആവറേജ് ബിലോ ആവറേജ് ഒക്കെ കുട്ടികൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അങ്ങനെ പറ്റാതെ വരുമ്പോഴേക്കും ഇപ്പം ഞാൻ എന്നെ തന്നെ ഒരു ബിലോ ആവറേജ് ആയിട്ട് കാണുന്നത്. അപ്പം ആ ഒരു നിൽക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടും, 2, 3 അതൊക്കെ ചെയ്യാൻ കിട്ടാതിരിക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന്
ഒന്ന് ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആവുമായോ, ഇത് ചെയ്തിട്ട് കാര്യമില്ലേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു നമ്മളെ ഭയങ്കര ഡൗൺ ആക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പം എന്താ പറയുക, നിങ്ങളോട് പറയാനുള്ള നിങ്ങൾ മൈൻഡ് ആക്കേണ്ട, നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ ചെയ്യാൻ കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട, നിങ്ങൾ ഫാക്കൽറ്റീസിനോട് ചോദിച്ചും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കിയാൽ മതി. അപ്പോൾ അതുപോലെ ടെൻഷൻ ആവണ്ട കേട്ടോ. ഇനി അടുത്ത് പറയാനാണ് നമ്മൾ ബ്രില്യൻറ്റിലെ മെന്റേഴ്സിനെ പറ്റി, നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മോട്ടിവേഷനെ പറ്റിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇപ്പം ലൈക്ക് എന്താ പറയുക, ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബാച്ച് ആയിരുന്നു. അപ്പോൾ എഫ് ബാച്ചിനായിട്ട് തന്നെ നമുക്കൊരു മെന്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അന്നുണ്ടായിരുന്നത് സ്റ്റീഫൻ സാറായിരുന്നു. പിന്നെ അതല്ലാണ്ട് നമ്മൾ എഫിനെ തന്നെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിൽ ഞാൻ F1 ബാച്ചായിരുന്നു. അപ്പം ഈ F1 ബാച്ചിൽ തന്നെ നമുക്കൊരു ക്ലാസ് ടീച്ചർ പോലെ ഒരു മെന്റർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് ടീച്ചേഴ്സായിട്ട് നമുക്ക് വന്നിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ ചില മോട്ടിവേഷൻ തരിക, നമ്മുടെ മാർക്ക് കുറയുകയാണെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അതല്ലാണ്ട് ഈ ഓരോ എക്സാംസ് കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റീഫൻ സാർ നമ്മളെ ക്ലാസ്സിൽ വന്നിട്ട് പഠിക്കണം, ലൈക്ക് ഇൻഡിവിജ്വലി അല്ല എൻ്റെ ക്ലാസ് വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കണം, അതായതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മോട്ടിവേഷൻ പോലെയൊക്കെ തരാറുണ്ട്. പിന്നെ എന്താ പറയുക, ക്ലാസ് ടീച്ചേഴ്സിൽ അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 ക്ലാസ് ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സ്റ്റീഫൻ സാറിൻ്റെ മോള് തന്നെയായിരുന്നു. അപ്പം ആ മാം ഭയങ്കര ക്യൂട്ടായിരുന്നു, ഭയങ്കര പാവമായിരുന്നു. നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു എപ്പോഴും നമുക്ക് തന്നോട്ടത്. കാരണം നമ്മളൊന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ഹാപ്പി ആക്കില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് വന്നൊരു മാം എനിക്ക് അത്ര, അതായത് സ്റ്റീഫൻ സാറിൻ്റെ മോള് പ്രഗ്നൻ്റ് ആയി പോയ സമയത്ത് വേറൊരു മാമാണ്. അപ്പം എനിക്ക് ആ മാം ഇച്ചിരി മൂടായിട്ട് പോലെ തോന്നിയായിരുന്നു. അപ്പം അല്ലാണ്ട് പക്ഷെ മോസ്റ്റ്ലി അവിടുത്തെ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ അവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഓക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു ഭയങ്കര ഒരു ലൈക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞാൽ അവിടുത്തെ മോട്ടിവേഷൻ കിങ് ആണ് ജോർജ് സാറ്. അപ്പോൾ ജോർജ് സാറ് ഞങ്ങളുടെ മെൻറ്റർ അല്ലായിരുന്നു, പക്ഷേ എൻ്റെ റൂംമേറ്റിൻ്റെ മെൻറ്ററായിരുന്നു. അപ്പോൾ അവർക്ക് വന്നിട്ട് പറയാറുണ്ട്, ഇങ്ങനെ വന്ന് പറഞ്ഞു. കാരണം സാറിങ്ങനെ ടോപ്പേഴ്സിനെ മാത്രമല്ല ജസ്റ്റ് പുറകോട്ട് നിൽക്കുന്നവരെയും കൂടെ കുറച്ചൊന്ന് എന്താ പറയുക, നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ അതും ഒരു രസമാണ് കേൾക്കാനും, നമുക്കൊരു സന്തോഷം കാര്യങ്ങളൊക്കെ തരുമായിരുന്നു. പിന്നെ കുറേ കുട്ടികൾ ചോദിച്ചിട്ടുള്ളായിരുന്നു ബ്രില്യൻറ്റിൽ എന്തെങ്കിലും സ്കോളർഷിപ്സോ കാര്യങ്ങൾ ഉണ്ടോയെന്ന്. അവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ അല്ല, പക്ഷെ നിങ്ങൾക്ക് ബ്രില്യൻറ്റ് പഠിക്കണം എന്നാണെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ബ്രില്യൻറ്റ് ചെന്നിട്ട് അവിടുത്തെ ഓഫീസിൽ നമ്മൾ കാര്യം പറയാം, നമ്മൾ ഇച്ചിരി ഫിനാൻഷ്യലി ബാക്ക്ഔട്ടാണ്, അപ്പോൾ നമുക്ക് അതിനെന്തെങ്കിലും ഫീസിന് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളപ്പോൾ അവർ ഫോം തരും, നമ്മളത് ഫില്ല് ചെയ്യുക, അത് അവർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫീസിന് അവർ റിഡക്ഷൻ, ഒന്നിട്ട് ഫീസ് റിഡക്ഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫീസേ അടയ്ക്കേണ്ട എന്ന രീതിയിൽ നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളാണ് നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ബ്രില്യൻറ്റ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ളവർ നമ്മൾ ബ്രില്യൻറ്റ് ചേർന്നതിന് ശേഷം അവരോട് ഓപ്പൺ ആയിട്ട് കാര്യം പറഞ്ഞാൽ മതിയാട്ടോ. ഇനി അടുത്തതാണ് ക്യാമ്പസ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രില്യൻറ്റിൽ ഒരു തവണ പോയിട്ടുള്ളവർക്ക് എന്തായാലും അറിയാം, നമുക്ക് അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ് ബ്രില്യൻറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല കുറേ A ബ്ലോക്ക്, B ബ്ലോക്ക്, C ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് അവിടുത്തെ ഫുഡിനെ പറ്റി പറയാണ്ട് ബ്രില്യൻറ്റ് കംപ്ലീറ്റ് അല്ല. കാരണം അടിപൊളി ഫുഡായിരുന്നു. അതായത് അവിടെ ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. ക്യാൻറ്റീൻ നമുക്ക് കിട്ടുന്ന പല ഫുഡായിരുന്നു. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ചിക്കൻ്റെ ആയാലും ചിക്കൻ്റെ പല ഐറ്റംസും കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് ബിരിയാണി ആയാലും അല്ലെങ്കിൽ നമുക്ക് വെജിറ്റേറിയനിന് പറ്റിയിട്ടുള്ള ഫുഡായാലും കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളി ഫുഡായിരുന്നു. പിന്നെ പബ്സ് നമുക്കറിയാം, നമ്മൾ ഇൻട്രോയിലായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടം താഴത്തെ പബ്സിന് വേണ്ടിയായിരുന്നു. അപ്പം അത് ചില സമയത്ത് നമ്മൾ ക്ലാസ്സിൽ സമയം കഴിഞ്ഞാലും തിരിച്ചതൊന്ന് കിട്ടുന്ന അതുകൊണ്ടിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അത്രയും ഫാൻസ് ആയിരുന്നു ബ്രില്യൻറ്റിലെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അല്ലാണ്ട് ബേക്കറി സാധനങ്ങൾ മേടിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഐസ്ക്രീം കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേണ്ട ബുക്കോ പേനോ സ്റ്റിക്കി നോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയും വേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതെല്ലാം അവിടെ നമുക്ക് ഒരിക്കലും ക്യാമ്പസിൻ്റെ പുറത്ത് പോയി മേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ അവിടെ നിന്ന് എനിക്ക് മേടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ATM, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും പൈസയോ കാര്യങ്ങളൊക്കെ അർജൻറ്റായിട്ട് എടുക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ ATM അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈബ്രറി, അതായത് എനിക്ക് തോന്നുന്നു ലൈബ്രറി ഒരു ദിവസം എനിക്ക് ഓർമ്മയില്ല. അതായത് നമ്മുടെ ക്ലാസ് കഴിയുന്ന ഒരു സമയത്തായിരുന്നു, ഒന്നെങ്കിൽ എത്രയോ ടൈം ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു ടൈം ഉണ്ട്, പിന്നെ വൈകുന്നേരം ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ക്ലാസ്
ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ബുക്സും കാര്യങ്ങളൊക്കെ എടുക്കും. പിന്നെ എത്രയോ ദിവസത്തിനുള്ളിൽ, ഒരാഴ്ചയാണോ ഒരു ദിവസമാണോ എനിക്കത് ഓർമ്മയില്ല, അത് കഴിയുമ്പോൾ നമ്മൾ ബുക്ക് റിട്ടേൺ ചെയ്യണം. അങ്ങനെയായിരുന്നു ലൈബ്രറി. പക്ഷെ അത് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്കൊരു എന്താ പറയുക, ഒരു ഷോർട്ടേജ് പോലെ അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. മോസ്റ്റ്ലി പല ബുക്കുകൾ, അതായത് നമ്മൾ ചൂസ് ചെയ്യുന്ന പല ബുക്കുകളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്യാമ്പസിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടുകാരെയൊക്കെ വിളിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മൾ കൂടുതലായിട്ട് എല്ലാവരും ഇന്റർവെല്ലാണ് പോകുന്നത്. അപ്പോൾ കുറേ ക്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക്, ഞാൻ ഹോസ്റ്റലിൻ്റെ കാര്യം പറയുമ്പോൾ പറയാം, നമുക്ക് കുറച്ച് നേരം കിട്ടത്തുള്ളൂ. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ക്യാമ്പസിനുള്ളിൽ ഈ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോസ്റ്റല്. ഏറ്റവും കൂടുതൽ വേറൊരു സംശയമാണ്, ഹോസ്റ്റൽ ബ്രില്യൻ്റ് ഹോസ്റ്റലാണോ നല്ലത്, പ്രൈവറ്റ് ഹോസ്റ്റലാണോ നല്ലത്, ബ്രില്യൻ്റ് ഹോസ്റ്റൽ എന്തെങ്കിലും ടെൻഷനോ ഭയങ്കര പ്രഷറോ അല്ലെങ്കിൽ ജയിലാണോ എന്നൊക്കെ. അതെനിക്ക് ആദ്യം പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പറഞ്ഞ പോലെ തന്നെ ബ്രില്യൻ്റ് ജയിലാണ്, അവിടുത്തെ കുട്ടികൾ ഇങ്ങനെയാണ് എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റോടെ ആയിരുന്നു ഞാൻ പോയിരുന്നത്. പക്ഷെ അതിനെല്ലാത്തിനും എൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തിൽ 98% മണ്ടയിലുള്ള കുട്ടികൾക്കായിരുന്നു ബ്രില്യൻ്റ് ഹോസ്റ്റലിലേക്ക്, എമറാൾഡ്, മാരിഗോൾഡ് അങ്ങനത്തെ ഹോസ്റ്റലെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് 97 ആയതുകൊണ്ട് തന്നെ എനിക്ക് ബ്രില്യൻ്റ് ഹോസ്റ്റലിൽ കിട്ടിയില്ല. അപ്പോൾ ആദ്യം പക്ഷെ അവിടെ പഠിച്ച, അതായത് ബ്രില്യൻ്റ് ഹോസ്റ്റലിൽ നിന്ന് കുട്ടികളുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ബ്രില്യൻ്റ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് എല്ലാ കൈൻഡ് ഓഫ് ഫെസിലിറ്റീസും അതിൻ്റെ അകത്ത് ഉള്ളിൽ തന്നെ ഉണ്ടാവും. ലൈക്ക് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് പഠിക്കാനുള്ള, അതായത് ലൈബ്രറി കാര്യങ്ങൾ ഉണ്ടാവും, നമുക്ക് എസെൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും മേടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. കുറേ വെറൈറ്റി ഓഫ് ഫുഡ്, ഇങ്ങനെ പിള്ളേരൊക്കെ വന്ന് ക്ലാസ്സിൽ ഒന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നുണ്ട്. നൂഡിൽസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ബിരിയാണി, അങ്ങനെ വെറൈറ്റി ഫുഡ് കാര്യങ്ങളായിരുന്നു. കാരണം പറയല്ലോ ക്യാൻറ്റീനിലെ ഫുഡ് അടിപൊളിയാണ്, അപ്പോൾ ഹോസ്റ്റലിൽ അത് കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഇപ്പോൾ ഹോസ്റ്റലിൽ അവർ പറയുന്ന സമയത്ത് തന്നെ പഠിക്കണോ, പറയുന്ന സമയത്ത് തന്നെ എഴുന്നേൽക്കണോ, പറയുന്ന സമയത്ത് തന്നെ ഉറങ്ങണോ, പിന്നെ അങ്ങനെയൊക്കെ വലിയ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടോയെന്ന്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ പഠിക്കാൻ സൗകര്യം, നിങ്ങൾക്ക് രാവിലെ ആണെങ്കിൽ രാവിലെ ആവാം, രാത്രിയാണെങ്കിൽ രാത്രിയാവും, അതെല്ലാം നിങ്ങളുടെ മാത്രം ചോയ്സാണ്. അതിനൊന്നും ആരും അവിടെ ഒന്നും ചെയ്തില്ല. നിങ്ങളുടെ ആ ഒരു സ്റ്റഡി റൂട്ടീൻ കാരണം വേറെ ഒരാളുടെ ബുദ്ധിമുട്ടിക്കാതിരുന്നാൽ മതി, അത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഉറക്കം വായിക്കണമെങ്കിൽ ഉറക്കം വായിക്കുമ്പോൾ അതിനായിട്ട് വേറെ എന്തോ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ സംസാരിക്കുന്നു, കളിയും ചിരി തമാശയായിട്ട് നടക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് വേറെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ അവരെന്താ ചെയ്യുക, അതിനെന്തായാലും അതിനെതിരെ ചില ആക്ഷൻ ഉണ്ടാവും, അതായത് സംസാരിക്കരുത് എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങൾ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് ഉണ്ടാകത്തില്ല. ഇനി പ്രൈവറ്റ് ഹോസ്റ്റൽ, ഞാനൊരു പ്രൈവറ്റ് ഹോസ്റ്റലായിരുന്നു നിന്നിരുന്നത്. അപ്പം ആ ഫസ്റ്റ് തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ഹോസ്റ്റൽ ഓരോ ഹോസ്റ്റൽ മാറുന്നതോറും നമുക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് ആയാലും ഫുഡ് ആയാലും അതുപോലെ തന്നെ അവർ നമ്മളോട് നിൽക്കുന്ന രീതികളായാലും, അതായത് വാർഡൻ നിൽക്കുന്ന രീതികളായാലും മാറിക്കൊണ്ടേയിരിക്കും. ചിലത് നല്ലതാണ്, ചിലത് മോശമാണ്. ഞാൻ നിന്നത് കൊട്ടാരമറ്റത്ത് ശാന്തി ഹോസ്റ്റലായിരുന്നു നിന്നിരുന്നത്. അതായത് സിസ്റ്റേഴ്സ് ഒക്കെ നടത്തുന്ന ഒരു ഹോസ്റ്റലായിരുന്നു. എന്നെ സംബന്ധിച്ചോളം അതൊരു അടിപൊളി ഹോസ്റ്റലായിരുന്നു. എനിക്ക് കിട്ടാൻ, എൻ്റെ ലൈഫിൽ കിട്ടാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഹോസ്റ്റലായിരുന്നു. ബെസ്റ്റ് റൂംമേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് എന്തോ ഒരു ഭാഗ്യം എന്ന് തന്നെ പറയും. കാരണം എനിക്ക് അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര സൂപ്പർ എന്ന് പറയത്തില്ല, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എന്നെക്കാളും ഉപരി എനിക്ക് ഏറ്റവും ഇഷ്ടം അവിടെ നിന്ന് എനിക്ക് റൂംമേറ്റ്സ് ആയിരുന്നു. കാരണം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് സിലബസ് വന്നിട്ടുള്ളതാണ്. എനിക്ക് ബേസും കാര്യങ്ങളൊന്നും ഓക്കെ അല്ലായിരുന്നു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ എൻ്റെ റൂംമേറ്റ്സും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ CBSE ആയിരുന്നു. ഓൾറെഡി ബ്രില്യൻ്റിൽ തന്നെ +1 +2 ഒക്കെ പഠിച്ച കുട്ടികളായിരുന്നു അവർ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി നോളജും ബേസിക്സും ഭയങ്കര സ്ട്രോങ് ആകും. അപ്പോൾ ഞാനിങ്ങനെ അവരോട് കുറേ തവണ ചോദിക്കും, എന്താ പറയുക, ഒരേ ടോപ്പിക്ക് തന്നെ എനിക്ക് മനസ്സിലാക്കുന്നു, പിന്നെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു മടിയില്ലാണ്ട്, മുഖത്തൊരു ഇഷ്ടമില്ലായ്മ കൊണ്ടൊന്നും അല്ല നിൽക്കുന്നത്. വളരെ സന്തോഷമായിട്ട് ഇതാണെന്ന് ഭയങ്കര സ്നേഹമായിട്ട് പറയുന്ന കുറേ നല്ല റൂംമേറ്റ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അവരോട് ഇപ്പോഴും നല്ല കോൺടാക്ട് ഉണ്ട്. ചക്കു, ബാബു, ബാല അതൊക്കെ ആയിരുന്നു എൻ്റെ റൂംമേറ്റ്സും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഹോസ്റ്റൽ ലൈഫ് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം പഠിക്കാനുള്ളൊരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നെ അവിടുത്തെ വാർഡനായാലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും വെക്കത്തില്ല, ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം ഒന്നുമില്ല. ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ പഠിത്തം കാരണം വേറൊരാളുടെ പഠിത്തം ബുദ്ധിമുട്ടാവരുത്, അത്രയും കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോൺ വിളിക്കുന്ന കാര്യം, അതായത് എങ്ങനെയാണ് ഫോൺ വിളിക്കാനുള്ള സമയവും അതിൻ്റെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോൺ എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ളൊരു ഫോണായിരിക്കും. ടച്ച് ഫോണും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സാധാരണ ഉള്ള ഫോണാണ്, നമ്മൾ പണ്ടത്തെ നോക്കിയ ഫോണൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ഫോണായിരിക്കും. ആഴ്ചയിൽ 3 ദിവസം മാത്രമേ നമുക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതായത് ഞങ്ങൾക്ക് അന്ന് എനിക്ക് തോന്നുന്നു മൺഡേ
വെനസ്ഡേ, ഫ്രൈഡേ അങ്ങനെ ആകും പോകും. അങ്ങനെ 3 ദിവസം. ഈ 3 ദിവസത്തിലും വെറും അരമണിക്കൂർ മാത്രമേ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയുള്ള സമയം കിട്ടത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ പറയാനും നമ്മളെ സമാധാനിപ്പിക്കാൻ ആ ഒരു സമയം തന്നെയായിരുന്നു. അതൊക്കെയാണ് ഹോസ്റ്റലിലെ കുറച്ച് കാര്യങ്ങൾ. അടുത്ത കാര്യം എന്ന് വെച്ചാൽ ബ്രില്യൻ്റ് സ്ട്രിക്റ്റ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഫാക്കൽറ്റീസ് എങ്ങനെ ആയിരിക്കും, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞില്ല, കയ്യിലടി തരും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പേടിച്ചാണ് പോയത്. സത്യം പറഞ്ഞാൽ അങ്ങനെ സ്ട്രിക്റ്റോ കാര്യങ്ങളൊന്നും അല്ല. ലൈക്ക് അവർ സ്ട്രിക്റ്റ് ആകുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് നമ്മൾ ഗേൾസിന് ലൈക്ക് കുർത്ത, പിന്നെ അതുപോലെ നമ്മൾ ഷോൾ ഇടുന്നായിരുന്നു, ലെഗിൻസ് അങ്ങനെ ഇടാൻ പാടില്ല, അങ്ങനെ കുറച്ച് റൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അവർ പറയുന്നൊരു ഡ്രസ് കോഡും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് വെയർ ചെയ്യാം. പിന്നെ നമുക്കൊരു ID കാർഡ് തരും, അത് നമ്മൾ പ്രോപ്പറായിട്ട് വെയർ ചെയ്യാം. അത് മാത്രമല്ല നമ്മളിങ്ങനെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് വെറുതെ അവിടെ നമ്മൾ നിൽക്കാൻ പറ്റത്തില്ല. അതായത് അങ്ങനെ എന്താ സെക്രട്ടറി ചേട്ടൻ വന്നിട്ട് പോകുമെന്ന് പറഞ്ഞ് മാറ്റി വിടും. അങ്ങനെ നിൽക്കാണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഒരു ക്യാമ്പസിന് വേണ്ട അവരുടേതായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഉള്ളാത്ത രീതിയിലുള്ള സ്ട്രിക്റ്റും കാര്യങ്ങളും ഫാക്കൽറ്റീസും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവിടുത്തെ എക്സാംസും കാര്യങ്ങളും ലൈക്ക് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീക്ക്ലി എക്സാംസ് ഉണ്ടായിരിക്കും. വീക്ക്ലി എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആഴ്ചയിലും ഓരോ പോർഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാത്തിൻ്റെയും കുറച്ച് പോർഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിലൊരു എക്സാംസ് ആയിരിക്കും നമുക്ക് വീക്ക്ലി അവിടെ നടക്കുന്നത്. അപ്പോൾ വീക്ക്ലി എക്സാംസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും പേര് കുറേ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്, നമ്മൾ ഇനി എവിടേക്ക് ഇമ്പ്രൂവ് ആകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ അല്ലാണ്ട് കുറേ മോഡൽ എക്സാം ഞങ്ങളുടെ അവിടെ എനിക്ക് തോന്നുന്നു ജാനുവരി ഒക്കെ ആയപ്പോഴേക്ക് എക്സാംസും കാര്യങ്ങളും കഴിഞ്ഞു. പോർഷൻസ് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ എക്സാംസ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി തുടങ്ങി. അതായത് ഫുൾ സബ്ജക്ട്സ് എല്ലാം കൂടെ ആയിട്ട് 720 മാർക്കിൽ ഇങ്ങനെ എക്സാംസ് നടത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അത് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുന്നോട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റയർ ക്യാമ്പസ് അല്ലെങ്കിൽ എല്ലാ കുട്ടികളും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മളിനി എവിടെ വരും, നമ്മുടെ പ്ലേസ് എന്താണ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഒരു വിലയിരുത്തുന്ന കുറച്ച് എക്സാംസ് കാര്യങ്ങളാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അതാണ് നിങ്ങളുടെ ആ ഒരു മാർക്കാണ് നിങ്ങളുടെ എല്ലാം, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് അതൊരു എക്സാംസ് ആയിട്ട് മാത്രം കാണുക, അല്ലെങ്കിൽ നമ്മൾ ഇനി ഇമ്പ്രൂവ് ആക്കണമെന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതിയാവും. അപ്പോൾ ഈ ഇടുന്ന എക്സാംസ് കാര്യങ്ങളൊക്കെ ആയാലും ചിലത് ഭയങ്കര ഈസി ആയിരിക്കും, ചിലത് ഭയങ്കര ടഫായിരിക്കും, ചിലപ്പോൾ മീഡിയം ഒക്കെ അങ്ങനെ പല റേഞ്ചിൽ വരാം. മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് കൂടുതലൊരു മീഡിയം ലെവലായിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കോർ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും. നിങ്ങൾ അതൊന്നും വിഷമിക്കേണ്ട. നിങ്ങളിൽ തന്നെ വിശ്വസിച്ച് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലാസ്റ്റത്തെ ഉള്ള നമ്മുടെ ഫൈനലായിട്ടുള്ള നീറ്റ് എക്സാമിന് നിങ്ങൾ എന്തായാലും പാസ്സാവും കേട്ടോ. അപ്പം മൊത്തത്തിൽ ബ്രില്യൻറ്റ് ലൈഫ് എങ്ങനെയായിരുന്നു എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എന്നെ സംബന്ധിച്ചോളം ബ്രില്യൻറ്റ് ലൈഫ് അടിപൊളിയായിരുന്നു. എൻ്റെ +1 +2 ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ബ്രില്യൻറ്റിലായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കാം പിന്നെ എന്താ ചേച്ചി നിങ്ങൾ റിപ്പീറ്റ് സമയത്ത് ബ്രില്യൻറ്റ് ചൂസ് ചെയ്യാത്തത്? അത് വേറെ ഒന്നുമല്ല, എൻ്റെ പേഴ്സണലായിട്ടുള്ള, അതായത് എനിക്ക് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതായിരുന്നു ഇഷ്ടം. കാരണം ഞാൻ പറഞ്ഞില്ല, വീക്ക്ലി എക്സാമിന് എനിക്ക് മാർക്ക് അത്രയും കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാനായിരുന്നു ഇഷ്ടം. അതുമാത്രമല്ല ചില സമയത്ത് എനിക്ക് മാർക്ക് പറയുമ്പോൾ എൻ്റെ കോൺഫിഡൻസിനെ എന്താ പറയുക വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയും മാസമായിട്ടുള്ള ക്രൗഡും കാര്യങ്ങളും അതിനുള്ളിൽ ഞാൻ എന്താണെന്നുള്ള ചോദ്യചിഹ്നം ഇങ്ങനെ വരുന്ന സമയത്ത്, കാരണം ചിലർക്ക് ഇത്രയും ക്രൗഡിൻ്റെ കൂടെ ഒന്നിച്ച് പഠിക്കുമ്പോഴായിരിക്കും പഠിക്കണം എന്നുള്ളൊരു ത്വര ഉണ്ടാവുന്നത്. എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല മാക്സിമം എഫോർട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് റിപ്പീറ്റിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്ത്. അല്ലാണ്ട് പിള്ളേർക്ക് കുഴപ്പമുണ്ടായിട്ടല്ല. അപ്പം അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.